മുനമ്പത്തെ വഖഫ് അധിനിവേശം വിഷയത്തിൽ CPM സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മ ബഹിഷ്കരിച്ച് മുനമ്പം സമരസമിതി. സമരപന്തലിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത CPMന്റെ പടിക്കലേക്ക് പോകേണ്ട കാര്യമില്ലെന്ന് സമരസമിതി അംഗങ്ങൾ. ആരാധനാലയം സമരസമിതിയാക്കുന്നു എന്ന വിമർശനവുമായി CPM. ഇതേസമയം മുനമ്പത്തേത് വഖഫ് ഭൂമി എന്ന് പറഞ്ഞും നികുതി അടയ്ക്കുന്നതിനെതിരെ സബ്മിഷൻ കൊണ്ടുവന്നതും UDF ആണെന്നും വിശദീകരണവുമായി CPM രംഗത്തെത്തി. മുനമ്പത്തെ സമരപ്പന്തലിൽ നിന്നും 100 മീറ്റർ മാറി മുനമ്പം വിഷയത്തിൽ CPM സംഘടിപ്പിച്ച വിശദീകരണ യോഗത്തിലേക്ക് നാട്ടുകാരെയും ക്ഷണിച്ചിരുന്നു. എന്നാൽ 76 ദിവസം പിന്നിട്ട മുനമ്പം സമരത്തിൽ ഒരിക്കൽ പോലും പങ്കെടുക്കുകയോ ഒരു ആശ്വാസവാക്ക് പറയുകയോ ചെയ്യാതിരുന്ന CPM നിലപാടിനോടുള്ള അമർഷമായിരുന്നു മുനമ്പം ജനതയുടെ ബഹിഷ്കരണത്തിന് പിന്നിൽ. ഈ പരിസരത്ത് ഒരുപാട് ലോക്കൽ CPM നേതാക്കന്മാരുണ്ട്. ഒരാൾ പോലും ഞങ്ങളോടൊന്ന് ഈ ഒരു സമാധാന വാക്ക് പറയാനാ, ഞങ്ങളെ ചേർത്ത് നിർത്താനാ ഒരാളും വന്നില്ല. വളരെ ദുഃഖമുണ്ട് ഞങ്ങൾക്ക് കാര്യത്തിൽ. എന്നാൽ ഒരു ആരാധനാലയം സമരവേദിയാക്കിയത് തെറ്റായ പ്രവണതയാണെന്നും EMS മന്ത്രിസഭയെ അട്ടിമറിക്കാൻ വിദേശ ഇടപെടൽ ഉണ്ടായതുപോലെ ഈ സമരത്തിലും വിദേശ ഇടപെടലുണ്ടെന്നും CPM നേതാക്കൾ വിമർശിച്ചു. ഇതേസമയം പാണക്കാട് റഷീദ് അലി തങ്ങൾ വഖഫ് ബോർഡ് ചെയർമാനായിരിക്കെയാണ് മുനമ്പത്തെ ഭൂമി വഖഫിൽ ഉൾപ്പെടുത്തിയതെന്നും ഈ ഭൂമിയിൽ നികുതിയടയ്ക്കാൻ മുനമ്പൻ ജനതയ്ക്ക് പിണറായി സർക്കാർ അനുമതി നൽകിയതിനെതിരെ നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവന്നതും UDF ആണെന്നും അവരുടേത് ഇരട്ടത്താപ്പെന്നും മന്ത്രി P. രാജീവ് വിശദീകരിച്ചു. വഖഫ് ഭൂമിയായാലും പട്ടയഭൂമിയായാലും നിയമപരമായി മുനമ്പൻ ജനതയ്ക്ക് അവകാശം നൽകാൻ ജുഡീഷ്യൽ കമ്മീഷൻ നൽകുന്ന നിർദ്ദേശത്തിനൊപ്പം സർക്കാർ ഉണ്ടാകുമെന്നും ഫെബ്രുവരിയിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ലഭിക്കുമെന്നും രാജീവ് അവകാശപ്പെട്ടു. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.